ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പാലക്കാട് ജില്ലാ സമ്മേളനം മണ്ണാർക്കാട് നെല്ലിപ്പുഴ പാലാട്ട് റെസിഡൻസിയിൽ നടന്നു. സ്വാഗത സംഘം ചെയർമാൻ പി സതീഷിന്റെ അധ്യക്ഷതയിൽ മണ്ണാർക്കാട് എം.എൽ.എ. ഷംസുദ്ദീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്തെ കൂട്ടായ്മയാണ് കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് തുണയായത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലോകരാജ്യങ്ങൾ പോലും കോവിഡിന് മുന്നിൽ മുട്ടുകുത്തിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് താങ്ങായി മാറാൻ ആരോഗ്യമേഖലയ്ക്ക് കഴിഞ്ഞതായി തുടർന്ന് സംസാരിക്കവേ എം.എൽ.എ. പറഞ്ഞു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനമായും ഈ 3 മേഖലകളും വളരെ സമ്പന്നമാണ്. അലോപ്പതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ഹോമിയോപ്പതി മേഖലയാണെങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെയായി മറ്റ് സിദ്ധ അതുപോലുള്ള യുനാനി ഒക്കെ അതും ഒരു ചെറിയ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ഓരോരുത്തരും അവരവരുടെ മേഖലയുടെ മികവിനെ കുറിച്ച് പറയാറില്ല. എൻ്റെ അഭിപ്രായത്തിലെല്ലാം ആരോഗ്യ സംബന്ധമായ വലിയ പരിചരണങ്ങളിലൂടെ ആരോഗ്യരംഗത്ത് തെളിയിക്കപ്പെട്ട വസ്തുതകൾ തന്നെയാണ്. ആയുർവേദം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും, അതുപോലെ തന്നെ ഹോമിയോപ്പതിയിൽ അവയെ തേടുന്നവരുണ്ടാകും, അലോപ്പതി മാത്രം തിരഞ്ഞെടുക്കുന്നവരുണ്ടാകും. അതൊക്കെ ആളുകളുടെ ചോയ്സാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ സമ്പത്താണ്. പ്രത്യേകിച്ച് ആയുർവേദം, അതിൻ്റെ അനന്തരാവകാശികൾ നമ്മളാണ്. ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘടനാ സമ്മേളനം നടന്നു. ആയുർവേദ രംഗത്തെ മികച്ച ഏരിയകൾക്കുള്ള അവാർഡും എം.എൽ.എ. വിതരണം ചെയ്തു. ഹോണററി മെമ്പേഴ്സിനെ ആദരിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വിഷ്ണു നമ്പൂതിരി മുഖ്യാതിഥിയായി. ഡോക്ടർമാരായ ഇ ബാസിം, എസ്.ആർ. ഷഹന, സി.കെ. ശ്രീജിൻ, മീര ഗുപ്ത, കെ. രമ്യശ്രീ, ഷൗഷ പി. ഫൈസൽ, ദിനേശൻ, സതീശൻ, ആർ. ശേഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.